ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നമ്മൾ ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് ചെറിയൊരു ഫാമിലി ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ. കുറേ ആയി പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും, സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മക്കളൊക്കെ വീട്ടിലുണ്ടാവും, ഓലെ പുറകാണ് കേട്ടോ ഉള്ള ടൈം മൊത്തം. അതുകൊണ്ട് വീഡിയോ എടുക്കണം, പോസ്റ്റ് ചെയ്യണമെന്നുള്ളതൊക്കെ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഗാലറിയിലുള്ള ഈ ഒരു വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മൾ ഒളോപ്പാറ ബോട്ടിംഗ് സർവീസ് ഇല്ലേ, അവിടേക്കാണ് കേട്ടോ. ഇതെവിടെ വരുന്നതെന്ന് വെച്ചാൽ ബാലുശ്ശേരി കഴിഞ്ഞിട്ടാണ്. അങ്ങനെ കറക്റ്റ് ലൊക്കേഷൻ മറന്നുപോയി. അപ്പോൾ കുറച്ചായല്ലോ പോയി, അന്നപ്പോൾ നല്ലോണം ഓർമ്മയൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം വന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതാ ഇവിടെ അതിൻ്റെ നെയിം എന്തേനി മറന്നുപോയി. അപ്പോൾ അവിടെ എത്തി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അവിടെ ബാക്കിയുള്ള ഫാമിലിയും കൂടി വരുന്നുണ്ട് ബാക്കിൽ വണ്ടിയിൽ. അപ്പോൾ അവരെയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കൗണ്ടറിൽ പോയി ചോദിച്ചു ടിക്കറ്റ് ഉണ്ടോ എന്ന്, അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടുത്തെ ടിക്കറ്റ് കഴിഞ്ഞ്, ടിക്കറ്റ് ഉണ്ടായിരുന്നു അവർക്ക്, ഏതൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു പോലും. അപ്പോൾ അവർക്ക് ആ ബോട്ട് ഫുള്ള് അവർക്ക് ബുക്ക് ചെയ്ത്, അതുകൊണ്ട് ഇവിടുത്തെ കഴിഞ്ഞ് കയറാം. അപ്പോൾ ഞങ്ങൾ ആകെ ഷോക്കായി പോയിട്ട്, കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് സമയമെടുത്ത് വന്നതാണല്ലോ. അങ്ങനെ ഓല് പറഞ്ഞ് നെക്സ്റ്റ് ഇതേപോലെ പോയിന്റ് ഇനിയും ഉണ്ട്, അങ്ങോട്ട് കുറേ ഉണ്ടല്ലേ. അപ്പോൾ പോകുന്നതനുസരിച്ച് ഇങ്ങനെ ഓരോ പോയിന്റ് കാണാം. അപ്പോൾ അവിടെയൊക്കെ ബുക്കിംഗ് ടിക്കറ്റ് ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറ്റിയും പൊറിച്ചും എല്ലാം കൂടി അടുത്ത പോയിന്റിലേക്ക് പോയിട്ടോ. അങ്ങനെ ഇവിടെ ബുക്കിംഗ് ഒന്നുമില്ല ഇവിടെ. പിന്നെ എന്തെങ്കിലും ഫങ്ഷൻസും കാര്യം, അതായത് സെലിബ്രേഷൻസ് ഉണ്ടാവില്ല, ബർത്ത്ഡേ അങ്ങനത്തെ എന്തെങ്കിലും സെലിബ്രേഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് പോയിന്റിലെത്തിയപ്പോഴേക്ക് നമ്മളെ കൂടെയുള്ളവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ആ ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബോട്ടിൽ ഓൾറെഡി കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളും കൂടി വരുമ്പോൾ ഇത് കുറച്ച് ഫില്ലാകുമല്ലോ. അങ്ങനെ എല്ലാവരും വന്നെത്തി, നമ്മൾ ബോട്ടിലേക്ക് ഇതാ കയറി. നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിതിൽ പാട്ടൊക്കെ ഇട്ടാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. അങ്ങനെ ബോട്ടിൽ ഇരുന്ന് എല്ലാവരും നല്ല സംസാരത്തിലാണ്, കഥ പറച്ചിലും എന്താ പറയുക, ഓരോ വിശേഷങ്ങൾ പറച്ചിലൊക്കെയാണ് കേട്ടോ. പിന്നെ പെരുന്നാൾ പിറ്റേന്നാണ് ഞങ്ങൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങൽ. കാരണം പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് ടൈം ഉണ്ടാവില്ല, വീട്ടിൽ വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഫുഡ് ഉണ്ടാക്കലും അങ്ങനെ സമയം പോകുന്ന അറിയില്ല കേട്ടോ ആ ഒരു ദിവസം. അതുകൊണ്ട് എന്താ പറയുക, പെരുന്നാളിൻ്റെ അന്ന് ഞങ്ങൾ ഇങ്ങനെ എങ്ങോട്ടും ഇറങ്ങലില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ. അപ്പോൾ പെരുന്നാൾ പിറ്റേന്നാണ് ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായി. ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന്, അതും പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടോ. ഒന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടേക്കൊന്ന് പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചത്. പിന്നെ എല്ലാവർക്കും പോയി കണ്ട സ്ഥലങ്ങളോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് പോകാത്ത കാണാത്ത അങ്ങനത്തെ സ്ഥലങ്ങൾ എടുക്കാൻ വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് നമ്മൾ ഈ ബോട്ടിങ്ങിൻ്റെ മൈൻഡിൽ വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓളോപ്പാറ സെർച്ച് ചെയ്ത് ഗൂഗിളിലൊക്കെ നോക്കിയതിന് ശേഷമാണ് പോയിട്ടുണ്ടായിന്. പിന്നെ അകലാപ്പുഴ ഉണ്ട്, അകലാപ്പുഴ ബോട്ടിംഗ് സർവീസ്, അതിൽ നമ്മൾ ബുക്ക് ചെയ്യണം അങ്ങനെ എന്തോ തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് വിചാരിക്കുമ്പോൾ നടക്കൂല. അങ്ങനെയാണ് നമ്മൾ ഒളോപ്പാറ ബോട്ടിംഗ് സർവീസിലെത്തിയത്. ഇതുമൊക്കെ നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല ഡാൻസും കളിയൊക്കെ ആണ് കേട്ടോ. പിന്നെ ഇതിവിടെ ചാർജ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് വരുന്നത് 100 രൂപയാണ്, 1 അവർ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ മുത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ ടിക്കറ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 10-16 ആൾക്കാരോളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എൻക്വയറീസും കാര്യങ്ങളും കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത് സ്റ്റോറി സ്റ്റാറ്റസൊക്കെ വെച്ചപ്പോൾ എവിടെയാണെന്ന് എങ്ങനെയാണെന്നൊക്കെ ഉള്ള. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ച്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല വ്യൂവും കാര്യങ്ങളുണ്ട്, നല്ല വൈബാണ്. ഫാമിലി ആയിട്ട് വരുന്നവർക്കാണ് നല്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുക. കാരണം നമ്മൾ ഒറ്റ യാത്ര ചെയ്യുന്നതിനും നല്ല ഫാമിലിയുടെ കൂടെ യാത്ര ചെയ്യുന്നതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. അതുകൊണ്ട് ഫാമിലി ആയിട്ട് വരാൻ ശ്രമിക്കുക എല്ലാവരും. നല്ലൊരു രസമായിന് കേട്ടോ, മക്കൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിന്. കാരണം ഞാൻ ബോട്ടിംഗ് സർവീസിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ കപ്പിൾസായിട്ട് അലക്കാൻ്റെ ഒക്കെ കൂടായിട്ട് പോയിട്ടുണ്ടായിന് കേട്ടോ. ഫാമിലീൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഒരു ബോട്ടിങ്ങിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. അതിൻ്റേതായ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ടായിനി. അങ്ങനെ ഞങ്ങളെ പാട്ടും കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് അവിടെ സംസാരവും ഫോട്ടോഷൂട്ടും കാര്യമൊക്കെ കഴിഞ്ഞ്, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പാട്ടൊക്കെ വന്നപ്പോൾ എല്ലാവരും അങ്ങ് ഇറങ്ങാൻ തുടങ്ങിട്ടോ. പിന്നെ എല്ലാവരും എന്ന് അറിയാനല്ല, ഞാനാണ് എല്ലാത്തിനെയും വലിച്ചയച്ച് കൊണ്ടുവരുന്നത്. എല്ലാവർക്കും ഒരു ഷെയ്മേഡ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുറവുണ്ടാവുമല്ലോ, ആൾക്കാരെങ്ങനെ കളിക്കുക അങ്ങനെ ഒരിത്. അപ്പോൾ
പിന്നെ ഞാൻ പിടിച്ച് വലിച്ചെല്ലത്തിന് ഇട്ട് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ആട്ടവും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോയിട്ടോ. പിന്നെ ഞാനിതിൽ കുറച്ച് വീഡിയോസൊക്കെ പാട്ട് വെച്ചിട്ടുള്ള വെക്കുന്നുള്ളൂ, കാരണം കോപ്പിറൈറ്റ് വന്നാൽ എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കുന്നുണ്ട് ചില ഭാഗങ്ങളൊക്കെ. പിന്നെ ഞങ്ങളെ കൂടെ അപ്പുറമുള്ള ഫാമിലീസ് ഞങ്ങളത് കണ്ട് പിന്നെ ഓലും ഡാൻസ് പാട്ടൊക്കെ ആയിട്ടോ. നല്ല വൈബ് തന്നെയായിരുന്നു. രണ്ട് സൈഡിൽ രണ്ട് എന്താ പറയുക, കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഭയങ്കര എൻജോയിലായിരുന്നു. അവരൊക്കെ ഫ്രണ്ടിലായിട്ടും ബാക്കിലായിട്ടും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ വേറൊരു വ്യൂ ആണ്, അവരിങ്ങനെ ഓടിക്കുന്നൊക്കെ ഇങ്ങനെ ലൈവായിട്ട് നമ്മൾ കാണുകയാണല്ലോ. അതൊക്കെ കുറേ നേരം മക്കൾ നോക്കിയിരുന്നു കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഓരോന്നും കണ്ട് ചിരി വരുന്നത്. എൻ്റെ കളിയും ജാബിയും ഒക്കെ കളിക്കുന്നത് ഞങ്ങളിതൊക്കെ കണ്ട് കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇതിട്ടപ്പോൾ. അപ്പം നമ്മൾ എന്തൊക്കെയോ ആയിട്ട് കളിക്കുകയാണല്ലോ ചെയ്യുക. പിന്നെ ആ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ ചിരി വരിക. ചിരി അടക്കാൻ പറ്റൂല, അത്രയ്ക്കും രസമായിന് കേട്ടോ. ഏതായാലും നമ്മൾ നല്ല അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിലൊക്കെ പിന്നെ പതിയെ പതിയെ ഇറങ്ങൽ തുടങ്ങി കേട്ടോ, കസിൻസൊക്കെ. അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോൾ പിന്നെ എല്ലാവരും പിടിച്ച് വലിച്ച് ഇട്ടിട്ടോ. അപ്പോൾ എല്ലാവരും ആക്റ്റീവായി, നല്ല ഡാൻസായിന്. പിന്നെ അങ്ങോട്ട് ആദ്യം ഒരു ചമ്മലൊക്കെ ആയി നിന്നീന് കേട്ടോ വിലൊക്കെ. പിന്നെ ഞാൻ പിടിച്ച് വലിച്ച് ഇറക്കി, പിന്നെ ഓക്കെ ആയി. പിന്നെ സ്റ്റെപ്പൊന്നും അറിയില്ല, ആർക്കും കളിക്കുന്നതും അറിയില്ല, അങ്ങനെ ചാട് തന്നെയാണ് പാട്ട് കേൾക്കുമ്പോൾ. പിന്നെ പണ്ടൊക്കെ ഞാൻ നല്ലോണം കളിക്കലുണ്ടായി കേട്ടോ. ഒരു 10ാം ക്ലാസ് വരെ ഞാൻ നല്ലോണം കളിക്കലുണ്ട്. പിന്നെ +1 +2 കുറച്ചൊന്ന് പക്വതും കാര്യമായപ്പോൾ പിന്നെ അതൊക്കെ നിർത്തിയതാണ്. 10ാം ക്ലാസ്സിൽ നിന്നൊക്കെ നല്ലോണം കളിച്ചിട്ടുണ്ട്. 9, 8 പഠിക്കുമ്പോൾ എവിടെ കല്യാണം ഉണ്ടെങ്കിലും എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ പോയി കളിക്കാനും നല്ല രസമായിന് കേട്ടോ അന്നൊക്കെ. ആ ഒരു ടച്ചൊക്കെ 4 അറിയുമ്പോലൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ പാട്ട് കേൾക്കുമ്പോൾ എന്തായാലും തുള്ളാത്തവരൊന്നും തുള്ളി പോവുമല്ലോ, എത്ര ഡാൻസ് അറിയില്ല എന്ന് പറഞ്ഞാലും. പിന്നെ എനിക്ക് എന്തിട്ടാലും ഇങ്ങനത്തെ ഒക്കെ സ്റ്റെപ്പേ കിട്ടുന്നുള്ളൂ കേട്ടോ കയ്യിൽ. എനിക്ക് ചിരി വരും, എഡിറ്റ് ചെയ്യുമ്പോൾ ചിരിച്ചു പോകുന്നു കണ്ടിട്ടോ ഓരോരുത്തരെ കളി കണ്ടിട്ട്. അല്ലാ, ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവും ആൾക്കാർ ഇന്നെ പൊങ്കാലിടാൻ വരുമ്പോൾ ഗ്രൂപ്പിൽ. ഏതായാലൊക്കെ രസമല്ലേ. പിന്നെ എന്താ വെച്ചാൽ ഈ വീഡിയോ ഒക്കെ പിന്നെ എടുത്ത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എടുത്ത് വാരി വലിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് എല്ലാവരും നല്ല ആക്റ്റീവായി, മക്കളും എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മളെ 1 hour ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. സമയം പോയതേ അറിഞ്ഞില്ല, കാഴ്ചകളും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് 1 hour പോയതേ അറിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ബോട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മളെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.